നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ യുകെയിൽ വാഹന ഉടമകൾക്ക് ഷോക്കായി സർക്കാരിന്റെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ. നികുതി വർദ്ധിപ്പിക്കുന്നത് സർക്കാർ വരുമാനം സ്ഥിരപ്പെടുത്താൻ. ഏപ്രിൽ 1 മുതൽ കാറുകൾക്കും വാനുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ബാധകമായ എല്ലാ VAT നിരക്കുകളും വർദ്ധിക്കും. ബ്രിട്ടീഷ് ജനതയുടെ പുതുവത്സരാഘോഷം മഞ്ഞിൽ മൂടും. പുതുവത്സര ദിനം കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങും. ലണ്ടനിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ. ബ്രിട്ടനിൽ രോഗികൾ ജീവനക്കാരുമായുള്ള വാക്കുതർക്കം ആയുധമെടുത്തുള്ള ആക്രമണത്തിലേക്ക് കടന്നു. മെഴ്സിസൈഡിലെ ന്യൂട്ടൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ അഫ്ഗാൻ പൗരൻ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ആക്രമണം നടത്തി. സംഭവം രോഗികൾക്ക് NHS അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ. ബ്രിട്ടനും ഫ്രാൻസിനുമിടയിൽ സഞ്ചരിക്കുന്നവർ കടുത്ത ദുരിതത്തിൽ. ചാനൽ ടണലിലെ ഓവർഹെഡ് പവർ സപ്ലൈയിൽ തകരാർ. ലണ്ടനിൽ നിന്നും പാരീസ്, ആംസ്റ്റർഡാം, ബ്രസൽസ് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചു. ലേ ഷട്ടിൽ ട്രെയിൻ ടണലിനകത്ത് കുടുങ്ങിപ്പോയതോടെ അതിലെ യാത്രക്കാരും ദുരിതത്തിലായി. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ ട്രംപിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി റിപ്പബ്ലിക്കൻ നേതാവ് മാർജോറി ടൈലർ ഗ്രീൻ. ലൈംഗിക കേസിലെ ഫയലുകൾ പുറത്തുവിടുന്നത് തടയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതായി മാർജോറിയുടെ വെളിപ്പെടുത്തൽ. എപ്സ്റ്റീൻ ഫയലുകൾ കൈകാര്യം ചെയ്ത രീതി വാഷിംഗ്ടണിലെ അധികാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശം ഉദാഹരണമാണെന്നും കേസിൽ ഉൾപ്പെട്ട ശക്തരായ വ്യക്തികളുടെ പേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നും ടൈലർ ഗ്രീൻ. IS ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായവും ബോംബ് നിർമ്മാണ സാമഗ്രികളും നൽകാൻ ശ്രമിച്ച ടെക്സാസ് സ്വദേശിയെ വിചാരണ വരെ കസ്റ്റഡിയിൽ വെച്ചു. പ്രതി മിഡ്ലോത്തിയൻ സ്വദേശി ജോൺ മൈക്കൽ ഗാർസ ജൂനിയർ. ഗാർസയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ISന് നേരിട്ട് സഹായം നൽകാൻ ശ്രമിച്ചുവെന്ന അന്താരാഷ്ട്ര ഭീകരവാദ കുറ്റം. പ്രതിക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് ഭീഷണിയെന്ന് കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെ മോദിയുമായുള്ള കൂടിക്കാഴ്ച ചൌധരി BJPയിലേക്കെന്ന് സൂചന. രാഷ്ട്രീയമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്ന് അധീർ രഞ്ജൻ ചൌധരി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT. ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. വാർത്തകൾ വിശദമായി. പുതുവർഷത്തിൽ യുകെയിൽ വാഹന ഉടമകൾക്ക് ഷോക്കായി പുതിയ നികുതി പരിഷ്കാരങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളിലേക്കുള്ള മാറ്റത്തിനൊപ്പം സർക്കാർ വരുമാനം സ്ഥിരപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാഹന നികുതി, ഇന്ധന നികുതി, കമ്പനി കാറുകൾക്ക് ബാധകമായ ബെനിഫിറ്റ് ഇൻ കൈൻഡ് നികുതി എന്നിവ വർദ്ധിപ്പിക്കും. ഏപ്രിൽ 1 മുതൽ കാറുകൾക്കും വാനുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ബാധകമായ എല്ലാ VAT നിരക്കുകളും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് 4.6% വരെ വർദ്ധിക്കും. പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ഇതോടെ പല ഡ്രൈവർമാർക്കും വർഷം തോറും 10 പൗണ്ട് മുതൽ 40 പൗണ്ട് വരെ അധിക നികുതി നൽകേണ്ടി വരും. ഇന്ധന നികുതിയിലും വർധനവുണ്ടാക്കും. 2022 മാർച്ച് മുതൽ നിലവിലുണ്ടായിരുന്ന ലിറ്ററിന് 5 പെൻസ് കുറവ് ഘട്ടം ഘട്ടമായി പിൻവലിക്കാനാണ് സർക്കാർ തീരുമാനം. 2026 സെപ്റ്റംബറിൽ 1 പെൻസും ഡിസംബറിൽ 2 പെൻസും 2027 മാർച്ചിൽ 2 പെൻസും വർദ്ധിക്കുന്നതോടെ ഇന്ധന നികുതി ലിറ്ററിന് 57.95 പെൻസിലെത്തും. അതേസമയം കമ്പനി കാറുകൾക്ക് ബാധകമായ ബെനിഫിറ്റ് ഇൻ കൈൻഡ് നികുതി 2026-27 സാമ്പത്തിക വർഷത്തിൽ എല്ലാ വാഹനങ്ങൾക്കും ഉയരും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് നിലവിലെ 3% നിന്ന് 2026 ഏപ്രിൽ 6 മുതൽ 4% ലണ്ടൻ കോൺജങ്ഷൻ ചാർജും ഉയരുകയാണ്. ദിവസവേതനമായി നൽകുന്ന ചാർജ് 15 പൗണ്ടിൽ നിന്ന് 18 പൗണ്ടിലേക്ക് വർദ്ധിപ്പിക്കും. 2025 ഡിസംബറിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന ഒഴിവാക്കലും അവസാനിച്ചതോടെ ഭൂരിഭാഗം EV ഉടമകൾക്കും ഇനി ഈ ചാർജ് അടയ്ക്കേണ്ടി വരും. വാഹന ഉടമകൾ ഓട്ടോപേയിൽ രജിസ്റ്റർ ചെയ്താൽ 25% ഇളവ് ലഭിക്കുമെന്ന ആനുകൂല്യമുണ്ട്. അതേസമയം ചില ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവർക്ക് ആശ്വാസം നൽകുന്ന തീരുമാനങ്ങളുമുണ്ട്. ലക്സറി കാർ നികുതി എന്നറിയപ്പെടുന്ന എക്സ്പെൻസീവ് കാർ സപ്ലിമെന്റിന്റെ പരിധി സീറോ എമിഷൻ വാഹനങ്ങൾക്ക് 40,000 പൗണ്ടിൽ നിന്ന് 50,000 പൗണ്ടായി 2026 ഏപ്രിൽ 1 മുതൽ ഉയർത്തും. ഇതോടെ 40,001 പൗണ്ട് മുതൽ 50,000 പൗണ്ട് വരെ വിലയുള്ള നിരവധി ജനപ്രിയ EV മോഡലുകൾക്ക് വർഷം 425 പൗണ്ട് അധിക നികുതി നൽകേണ്ടതില്ല. എന്നാൽ പെട്രോൾ, ഡീസൽ കാറുകൾക്ക് ഈ പരിധി 40,000 പൗണ്ടായി തുടരുകയും ചെയ്യും. പുതുവത്സരാഘോഷം പരിഗണിച്ച് ലണ്ടനിലും പരിസര പ്രദേശങ്ങളിലും കർശന സുരക്ഷ. ടിക്കറ്റ് ഇല്ലാതെ തോംസ് നദിക്കരയിൽ പ്രവേശനം ഉണ്ടാകില്ല. യാത്ര പുറപ്പെടും മുൻപേ കൃത്യമായ പ്ലാനിംഗ് വേണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപേ പുറപ്പെടേണ്ട സ്ഥലത്തെക്കുറിച്ചും വഴിയിലുള്ള നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുകയാണ്. പുതുവത്സരാഘോഷ വെടിക്കെട്ട് പ്രദർശനമാണ് സെൻട്രൽ ലണ്ടനിലെ പ്രധാന പരിപാടി. ഇതിന്റെ ടിക്കറ്റ് എല്ലാം വിറ്റുതീർന്നു. തെംസ് നദിക്കരയിൽ ടിക്കറ്റ് ഇല്ലാത്തവർക്ക് കയറാനാവില്ല.
പ്രിംറോസ് ഹില്ലിലെ വ്യൂ പോയിന്റും അടച്ചിരിക്കും. ലണ്ടനിലേക്കും പുറത്തേക്കുമുള്ള യാത്രയിൽ ജാഗ്രത വേണമെന്നും അപ്ഡേറ്റുകൾ പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാത്രം 999 സേവനം തേടുക. അനാവശ്യ കോളുകൾ അത്യാവശ്യമായവർക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്നും നിരത്തുകളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിൽ മെറ്റ് പോലീസ് ജാഗ്രത പാലിക്കുകയാണ്. ബ്രിട്ടീഷ് ജനതയുടെ പുതുവത്സരാഘോഷം മഞ്ഞിൽ മൂടും. പുതുവത്സര ദിനം കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങുമെന്നാണ് പ്രവചനം. ക്രിസ്മസിന് മഞ്ഞിന്റെ ശല്യം ഉണ്ടായില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഒരടി വരെ മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. താപനില -8 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നതോടെ അടുത്ത ആഴ്ച മുഴുവൻ മഞ്ഞുവീഴ്ച തുടരുമെന്നാണ് കരുതുന്നത്. സ്കോട്ട്ലൻഡിൽ ശക്തമായ മഞ്ഞുവീഴ്ചയ്ക്കും കാറ്റിനുമുള്ള മഞ്ഞ ജാഗ്രത 42 മണിക്കൂറിലേക്കാണ് മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂ ഇയർ ദിനത്തിൽ രാവിലെ 6 മുതൽ വെള്ളിയാഴ്ച വരെയാണ് മുന്നറിയിപ്പ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായ തണുപ്പും ശൈത്യകാല സ്ഥിതിഗതികളും കൂടുതൽ കടുക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. മഞ്ഞും ഐസും ഉൾപ്പെടെ ഇതിൽ പ്രതീക്ഷിക്കാം. ഇതിനിടെ നോർത്തേൺ അയർലൻഡിൽ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ആംബർ തണുപ്പ് ഹെൽത്ത് അലേർട്ട് പ്രഖ്യാപിച്ചു. ജനുവരി 5 ഉച്ചവരെയാണ് ഇതിന് പ്രാബല്യം. ഇംഗ്ലണ്ടിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ തണുപ്പ് കാലാവസ്ഥയ്ക്കുള്ള മഞ്ഞ ആരോഗ്യ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഹെൽത്ത് സോഷ്യൽ കെയർ സർവീസുകളിൽ ഇത് സുപ്രധാന ആശങ്കയാണ് സൃഷ്ടിക്കുക. ഹൈലാൻഡ്സിലെ ടുലോക്ക് ബ്രിഡ്ജിൽ താപനില -8.4 സെൽഷ്യസ് വരെ താഴ്ന്നിട്ടുണ്ട്. ഈ ആഴ്ചയും സമാനമായ സ്ഥിതി രൂപപ്പെടുമെന്നാണ് കരുതുന്നത്. മഞ്ഞിനും ഐസിനുമുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ തുടർച്ചയായി മഞ്ഞ് വീഴാൻ ഇടയുണ്ട് എന്നും ഇത് യാത്രാ തടസ്സങ്ങളിലേക്ക് നയിക്കുമെന്നും മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. വെള്ളിയാഴ്ച രാവിലെയോടെ 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ മഞ്ഞ് വീഴുമെന്നാണ് മെറ്റ് ഓഫീസ് പ്രവചനം. ചില മേഖലകളിൽ 8 ഇഞ്ച് വരെ മഞ്ഞിനും സാധ്യതയുണ്ട്. പുതുവത്സരത്തിന് മുന്നോടിയായി ബ്രിട്ടനും ഫ്രാൻസിനും ഇടയിൽ സഞ്ചരിക്കുന്നവർ കടുത്ത ദുരിതത്തിലായി. ചാനൽ ടണലിലെ ഓവർഹെഡ് പവർ സപ്ലൈയിൽ ഉണ്ടായ തകരാറായിരുന്നു ദുരിതങ്ങൾക്ക് കാരണമായത്. ഇതേ തുടർന്ന് ലണ്ടനിൽ നിന്നും പാരീസ്, ആംസ്റ്റർഡാം, ബ്രസൽസ് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവച്ചിരിക്കുകയാണ് യൂറോസ്റ്റാർ. ലേ ഷട്ടിൽ ട്രെയിൻ ടണലിനകത്ത് കുടുങ്ങിപ്പോയതോടെ അതിലെ യാത്രക്കാരും ദുരിതത്തിലായി. ട്രെയിനുകൾ ഏറെ വൈകിയേക്കാമെന്നും മറ്റു ചിലവ് അവസാന നിമിഷം റദ്ദ് ചെയ്യപ്പെട്ടേക്കാമെന്നും മുന്നറിയിപ്പ് യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. ചില ട്രിപ്പുകൾ പുനരാരംഭിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ യൂറോസ്റ്റാർ അറിയിച്ചിരുന്നുവെങ്കിലും പവർ സപ്ലൈയുടെ തകരാറ് ഇനിയും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. ലേ ഷട്ടിൽ ടെർമിനലുകളിൽ ചാനലിന്റെ ഇരുഭാഗങ്ങളിലുമായി മോട്ടോർ വാഹനങ്ങളും കുരുങ്ങിക്കിടക്കുകയാണ്. ട്രെയിനുകൾ റദ്ദായതോടെ വിമാന ടിക്കറ്റുകൾക്കും ആവശ്യക്കാർ ഏറെയായി. NHS-ൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമായതോടെ ഇതിന്റെ പേരിൽ രോഗികൾ ജീവനക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ആയുധമെടുത്തുള്ള ആക്രമണത്തിലേക്ക് കടന്നിരിക്കുകയാണ് രോക്ഷം. മെഴ്സിസൈഡിലെ ന്യൂട്ടൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലാണ് അപ്പോയിന്റ്മെന്റ് ചോദിച്ചെത്തിയ അഫ്ഗാൻ പൗരൻ ആവശ്യം നിഷേധിച്ചതിന്റെ പേരിൽ വെയിറ്റിംഗ് റൂമിൽ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. അപ്പോയിന്റ്മെന്റ് നിഷേധിച്ചതിന്റെ പേരിലാണ് 20കാരൻ രോഗികളെയും ജീവനക്കാരെയും ആക്രമിച്ചത്. ആശുപത്രിയിലെ വെയിറ്റിംഗ് റൂമിൽ പരിക്കേറ്റ ഒരു സ്ത്രീ ചോരയിൽ കുളിച്ച് തെരുവിലെത്തി അടുത്ത കടയിൽ സഹായം തേടുകയായിരുന്നു. ആ സ്ത്രീയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ടായി, ഒരുപാട് രക്തനഷ്ടമുണ്ടായി എന്ന് ദൃക്സാക്ഷിയായ ആശുപത്രിക്ക് എതിർവശത്തുള്ള ബെസ്റ്റ് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന സുഗേതരൻ ഷൺമുഖരാജ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയാണ് സ്ത്രീ പോലീസിൽ വിളിച്ചത്. 10 മിനിറ്റിനുള്ളിൽ പോലീസ് കാറും ആംബുലൻസും സ്ഥലത്തെത്തി. ന്യൂട്ടൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലേക്ക് ഉച്ചതിരിഞ്ഞെത്തിയതായി മെഴ്സിസൈഡ് പോലീസ് സ്ഥിരീകരിച്ചു. അപ്പോയിന്റ്മെന്റ് കിട്ടില്ല എന്നറിഞ്ഞതോടെയാണ് അഫ്ഗാൻ പൗരൻ രോഷാകുലനായി ദണ്ട് ഉപയോഗിച്ച് ആക്രമിച്ചത് എന്നാണ് വിവരം. ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് പാരാമെഡിക്കലുകൾ ചികിത്സ നൽകി. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട്. ആക്രമിയെ പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. ഇയാൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. UK-യിലെ പ്രോപ്പർട്ടി വിപണി സ്ഥിരതയിൽ മുന്നോട്ട് പോവുകയാണ്. മോർട്ട്ഗേജ് നിരക്കുകൾ താഴുന്നതിന്റെ ഗുണം പ്രയോജനപ്പെടുത്തി വീട് വാങ്ങുന്നവരുടെ എണ്ണത്തിലും വർധനവ് വരുന്നുണ്ട്. എന്നാൽ UK-യിലെ 3 പട്ടണങ്ങളിൽ താമസിക്കുന്ന ഭവന ഉടമകളാണ് ഈ വർഷം പ്രോപ്പർട്ടി ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നത്. ഇവിടെ ഭവനവില ഇരട്ട അക്കത്തിലാണ് കുതിക്കുന്നത്. ഭൂരിഭാഗം മേഖലകളിലും കുടുംബങ്ങൾ ബജറ്റ് ചുരുക്കാൻ നിർബന്ധിതമാകുമ്പോഴാണ് ഏതാനും ചില ഭാഗങ്ങളിൽ ഭവനവില സന്തോഷത്തിന് വക നൽകുന്നത്. ലണ്ടനിലെ വില സ്തംഭനാവസ്ഥയിലാണ് എന്ന് ലോയിഡ്സിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പറയുമ്പോൾ മിഡ്ലാൻഡ്സിലും കോസ്റ്റൽ മേഖലകളിലുമാണ് പണമുണ്ടാക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. പോർട്ട് സിറ്റിയായ പ്ലൈമൌത്ത് ആണ് പട്ടികയിൽ ഒന്നാമത്. 2025-ൽ UK-യിലെ 1-ാം നമ്പർ പ്രോപ്പർട്ടി ഹോട്ട്സ്പോട്ട് കിരീടമാണ് പ്ലൈമൌത്ത് ചൂടിയത്. ഡിവോൺ നഗരത്തിലെ വീടുകൾക്ക് 12 മാസം കൊണ്ട് 12.6% വില വർദ്ധിച്ചു. ഒരു സ്റ്റാൻഡേർഡ് വീടിന്റെ പ്രൈസ് ടാഗിൽ 31,229 പൗണ്ടാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതോടെ ഇവിടെ ശരാശരി ഭവനവില 2,78,808 പൗണ്ടാണ്. സ്റ്റാഫോർഡും വികാനും ഈ ഡബിൾ ഡിജിറ്റ് നിരക്ക് വർധന കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്റ്റാഫോർഡിൽ 12% കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ശരാശരി 34,000 പൗണ്ടാണ് ഇവിടെ അധിക ലാഭം. വികാനിൽ 10.5% വിലയും ഉയർന്നു.
വേക്ക്ഫീൽഡ്, ലിവർപൂൾ, ഹൾ എന്നിവിടങ്ങളിലും ടോപ്പ് 10-ൽ ഇടം നേടി. സൗത്ത് ഈസ്റ്റ് മേഖലകളിലെ ക്രൗളി, ഹൈക്ക്, വൈക്കോമ്പ് എന്നിവിടങ്ങളിലാണ് വില കുത്തനെ താഴ്ന്നത്. ചെസ്റ്ററിൽ 6.4% വില താഴ്ന്നു. കാർഡിഫിൽ 5.2% വില കുറഞ്ഞതായി ലോയ്ഡ്സ് രേഖപ്പെടുത്തുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദമായ ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ ഫയലുകൾ പുറത്തുവിടുന്നത് തടയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതായി റിപ്പബ്ലിക്കൻ നേതാവും മുൻ കോൺഗ്രസ് അംഗവുമായ മാർജോറി ടെയ്ലർ വെളിപ്പെടുത്തി. ന്യൂയോർക്ക് ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപുമായുള്ള തുറന്ന ഏറ്റുമുട്ടലിന്റെ വിശദാംശങ്ങൾ ഗ്രീൻ പുറത്തുവിട്ടത്. എപ്സ്റ്റീൻ കേസിൽ ഉൾപ്പെട്ട ശക്തരായ വ്യക്തികളുടെ പേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ക്യാപിറ്റോൾ ഹില്ലിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെയാണ് ട്രംപ് ഫോണിലൂടെ കടുത്ത സന്തോഷം അറിയിച്ചതെന്ന് ഗ്രീൻ പറഞ്ഞു. സ്പീക്കർ ഫോണിലായിരുന്ന സംഭാഷണത്തിനിടെ ട്രംപ് നിലവിളിച്ചുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾക്ക് കേടുപാടുണ്ടാകും എന്ന് പറഞ്ഞതായാണ് ഗ്രീന്റെ വെളിപ്പെടുത്തൽ. എപ്സ്റ്റീൻ കേസിലെ ഇരകളെ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലേക്ക് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവർക്ക് അത്തരം ബഹുമതിക്ക് അർഹതയില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചതെന്നും ഗ്രീൻ പറഞ്ഞു. അതോടെയാണ് ട്രംപുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിച്ചതെന്നും അവർ വ്യക്തമാക്കി. എപ്സ്റ്റീൻ ഫയലുകളുടെ കൈകാര്യം വാഷിംഗ്ടണിലെ അധികാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശം ഉദാഹരണമാണ് എന്ന് ഗ്രീൻ വിമർശിച്ചു. സമ്പന്നരും ശക്തരുമായ ചിലർ ഭീകരമായ കുറ്റങ്ങൾ ചെയ്തിട്ടും ശിക്ഷയില്ലാതെ രക്ഷപ്പെടുന്നു. ഇവിടെ യഥാർത്ഥ ഇരകൾ സ്ത്രീകളാണ് എന്നാണ് അവരുടെ ആരോപണം. ഇതിനിടെ എപ്സ്റ്റീൻ കേസിൽ വിദേശ ഇന്റലിജൻസ് ഏജൻസികളുടെ പങ്ക് സംശയിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലപാടും ഗ്രീൻ ആവർത്തിച്ചു. ഒരു CNN അഭിമുഖത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നോ എന്നതാണ് ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം എന്നാണ് അവർ പറഞ്ഞത്. താൻ AIPSന്റെയോ മറ്റ് പ്രത്യേക താൽപര്യ ഗ്രൂപ്പുകളുടെയോ പണം സ്വീകരിക്കുന്നില്ല എന്നും ഗ്രീൻ അവകാശപ്പെട്ടു. ഈ പരാമർശം അവതാരക ഡാന ബാഷിനെ അസ്വസ്ഥയാക്കിയതായി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതേസമയം ഡാന ബാഷിന്റെ മുൻ ഭർത്താവും മുൻ CIA ഉദ്യോഗസ്ഥനുമായ ജെറമി ബാഷ് എപ്സ്റ്റീൻ വീട്ടിൽ താമസിച്ചിരുന്ന ഇസ്രായേലി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ യോണി കോറനുമായി ബന്ധത്തിലുണ്ടായിരുന്നുവെന്ന വിവരങ്ങൾ പിന്നീട് അന്വേഷണ റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. എപ്സ്റ്റീൻ കലണ്ടറും ട്രോപ്സൈറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണവും ഇതിന് തെളിവാകുന്നു. ട്രംപുമായി പിരിഞ്ഞതിന് പിന്നാലെ മാർജോറി ട്രെയ്റ്റർ ഗ്രീൻ എന്ന ട്രംപ് നൽകിയ വിളിപ്പേര് ഉപയോഗിച്ച് മകനു നേരെ വധഭീഷണി ഉൾപ്പെട്ട ഇമെയിൽ ലഭിച്ചതായും ഗ്രീൻ വെളിപ്പെടുത്തി. വിഷയം ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും മറുപടിയിൽ മകനെക്കുറിച്ച് പരാമർശിക്കാതെ അധിക്ഷേപങ്ങൾ നിറഞ്ഞ സന്ദേശമാണ് ലഭിച്ചതെന്നും ഗ്രീൻ പറഞ്ഞു. കുട്ടികളെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നീ തന്നെയാണ് ഇതിന് കാരണമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം എന്നുമാണ് ആരോപണം. IS ഭീകര സംഘടനയ്ക്ക് സാമ്പത്തിക സഹായവും ബോംബ് നിർമ്മാണ സാമഗ്രികളും നൽകാൻ ശ്രമിച്ചതായി ആരോപിക്കപ്പെടുന്ന ടെക്സാസ് സ്വദേശിയായ യുവാവിനെ വിചാരണ വരെ കസ്റ്റഡിയിൽ തുടരാൻ ഫെഡറൽ കോടതി ഉത്തരവിട്ടു. മിഡ്ലോത്തിയൻ സ്വദേശിയായ ജോൺ മൈക്കൽ ഗാർസ ജൂനിയർ ജാമ്യത്തിലിറങ്ങുന്നത് സമൂഹത്തിന് ഗുരുതരമായ ഭീഷണിയാകുമെന്ന് കോടതി വിലയിരുത്തി. ISന് നേരിട്ട് സഹായം നൽകാൻ ശ്രമിച്ചുവെന്ന അന്താരാഷ്ട്ര ഭീകരവാദ കുറ്റമാണ് ഗാർസയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡാലസിലെ ഫെഡറൽ കോടതിയിൽ ചൊവ്വാഴ്ച നടന്ന പ്രാഥമിക വാദത്തിനും തടങ്കൽ ഹർജിക്കും ശേഷമാണ് US മജിസ്ട്രേറ്റ് ജഡ്ജി ബ്രയൻ മക്കേ ജാമ്യം നിഷേധിച്ചത്. പ്രതിയെ വിട്ടയച്ചാൽ അപകട സാധ്യത കുറയ്ക്കുന്ന തരത്തിലുള്ള നിബന്ധനകൾ ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന് സർക്കാർ തെളിയിച്ചുവെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഡിസംബർ 22-ന് നടത്തിയ രഹസ്യ ഓപ്പറേഷനിലാണ് ഗാർസയെ അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ മധ്യത്തോടെ തുടങ്ങിയ അന്വേഷണത്തിൽ IS അനുകൂല ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പിന്തുടരുന്ന ഗാർസ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ രഹസ്യ ഉദ്യോഗസ്ഥൻ ഓൺലൈനായി ബന്ധപ്പെടുകയായിരുന്നു. ഇറാഖിലെ IS പോരാളി എന്ന വ്യാജേനയായിരുന്നു ഈ ഇടപെടൽ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.04 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 89.86 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 105.56 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 65.63 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പലരും സംശയം പ്രകടിപ്പിച്ചെങ്കിലും രാഷ്ട്രീയമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല നടന്നതെന്ന് ചൗധരി പ്രതികരിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രിയെ ആശങ്ക അറിയിച്ചു. കുടിയേറ്റ തൊഴിലാളികൾക്കെതിരായ ആക്രമണങ്ങൾ തടയാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട ചൗധരി ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയാക്കുമെന്നും പറഞ്ഞു. ബംഗാളി സംസാരിക്കുന്നവരെ പലപ്പോഴും പ്രാദേശിക ഭരണകൂടങ്ങൾ പോലും തെറ്റായി മനസ്സിലാക്കുകയും അവരോട് വിവേചനപരമായി പെരുമാറുകയും ചെയ്യുന്നതായി പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൗധരി ചൂണ്ടിക്കാട്ടി.
തൊഴിലാളികളെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരായി തെറ്റായി മുദ്രകുത്തുന്നതാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മധുവ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചതായി ചൗധരി പറഞ്ഞു. പിന്നോക്കം നിൽക്കുന്ന മധുവ സമുദായത്തെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുകയാണെന്നും എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പരാജയപ്പെട്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. പശ്ചിമ ബംഗാളിലെ സാഹചര്യം കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി തനിക്ക് ഉറപ്പു നൽകിയതായി ചൗധരി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ ആകെ വിലയിൽ കഴിഞ്ഞ 6 മാസത്തിൽ 12% കുറവുണ്ടായി എന്ന് റിപ്പോർട്ട്. ഇറക്കുമതി 2% ഉയർന്നപ്പോഴാണ് ഇതിനുള്ള ചെലവ് കുത്തനെ താഴ്ന്നത്. അതേസമയം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് സാധാരണക്കാർക്ക് നൽകാൻ പെട്രോളിയം കമ്പനികൾ തയ്യാറാവുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വ്യാപാര കമ്മി ഉയർത്തുന്നതിൽ സാധാരണ വലിയ പങ്ക് വഹിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ്. രാജ്യത്ത് ആവശ്യമായ അസംസ്കൃത എണ്ണയിൽ 86% മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ്. റഷ്യയിൽ നിന്നാണ് തൽക്കാലം ഇതിൽ 40% ഇന്ത്യയിലെത്തുന്നത്. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും വീണ്ടും തിരിയാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിൽ എണ്ണ ഇറക്കുമതിയിൽ 2.4% വർധനമാണ് ഉണ്ടായത്. എന്നാൽ ഇറക്കുമതി ചെയ്ത ആകെ എണ്ണയുടെ വില നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നൽകിയതിനേക്കാൾ 12% കുറവാണ് ഉണ്ടായത്. പാത ഇരട്ടിപ്പിക്കലും നവീകരണവും നടപ്പിലാക്കിയതോടെ തീവണ്ടികളുടെ വേഗം കുറയ്ക്കാനായതായി ദക്ഷിണ റെയിൽവേ. വ്യാഴാഴ്ച മുതൽ 65 തീവണ്ടികളുടെ വേഗം കൂട്ടും. താമ്പരം കൊല്ലം യാത്രാ സമയം 85 മിനിറ്റ് കുറയും. പുതിയ സമയക്രമം അനുസരിച്ച് കൊല്ലത്ത് നിന്ന് വൈകിട്ട് 4-ന് പുറപ്പെടുന്ന വണ്ടി പിറ്റേന്ന് രാവിലെ 6:05-ന് താമ്പരത്ത് എത്തും. ഇതുവരെ വൈകിട്ട് 4-ന് കൊല്ലത്ത് നിന്ന് തിരിക്കുന്ന തീവണ്ടി പിറ്റേന്ന് രാവിലെ 7:30-നാണ് താമ്പരത്ത് എത്തിയിരുന്നത്. എഗ്മോറിൽ നിന്ന് മാംഗ്ലൂരിലേക്കുള്ള വണ്ടി രാത്രി 10:45-ന് പകരം 11:10-നാണ് ഇനി പുറപ്പെടുക. പിറ്റേന്ന് വൈകിട്ട് 7:15-ന് മാംഗ്ലൂരിലെത്തും. എത്തുന്ന സമയത്തിൽ മാറ്റമില്ല. 25 മിനിറ്റ് യാത്രാ സമയം കുറയും. എഗ്മോറിൽ നിന്ന് ഗുരുവായൂരിലേക്ക് രാവിലെ 10:20-ന് പുറപ്പെട്ടിരുന്ന തീവണ്ടി 20 മിനിറ്റ് വൈകി 10:40-ന് പുറപ്പെടും. ഗുരുവായൂരിൽ പിറ്റേന്ന് രാവിലെ 7:40-ന് എത്തും. 20 മിനിറ്റ് യാത്രാ സമയം കുറയും. ചെന്നൈ നാഗർകോവിൽ താമ്പരം എക്സ്പ്രസിന്റെ യാത്രാ സമയം 50 മിനിറ്റ് കുറയും. കോയമ്പത്തൂർ രാമേശ്വരം പ്രതിവാര എക്സ്പ്രസിന്റെ യാത്രാ സമയം 55 മിനിറ്റും കടലൂർ തുറമുഖത്ത് നിന്ന് മൈസൂരിലേക്കുള്ള എക്സ്പ്രസിന്റെ സമയം 50 മിനിറ്റും കുറയും. രാമേശ്വരം തിരുപ്പതി എക്സ്പ്രസിന്റെ സമയം 25 മിനിറ്റും കുറയും. ദക്ഷിണ റെയിൽവേയിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 300 കിലോമീറ്റർ ദൈർഘ്യത്തിൽ റെയിൽപാത ഇരട്ടിപ്പിക്കുകയും വൈദ്യുതീകരണം 98% പൂർത്തീകരിക്കുകയും ചെയ്തതിലൂടെയാണ് തീവണ്ടികളുടെ വേഗം കൂട്ടാൻ കഴിഞ്ഞതെന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ പറഞ്ഞു. പഴയ റെയിൽപാളങ്ങൾ മാറ്റിയതിലൂടെ വേഗം കൂട്ടാനായിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേയിൽ എല്ലാ വണ്ടികളും ശരാശരി മണിക്കൂറിൽ 80 മുതൽ 110 കിലോമീറ്റർ വേഗത്തിലാണ് ഓടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് വിളിപ്പിക്കുന്നത്. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ദില്ലി യാത്ര ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംഘം ശേഖരിക്കും. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിയും കേസിൽ അതീവ നിർണായകമാണ്. നേരത്തെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം അതിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പോറ്റിയിൽ നിന്നും സ്ഥിരീകരണം തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് മുൻ മന്ത്രിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെയും മൊഴികൾ എടുക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഉന്നതതലത്തിലുള്ള ബന്ധങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3 പ്രതികളെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അത് വീണ്ടെടുക്കാൻ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും അടക്കമുണ്ടായിരുന്ന സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി കെമിക്കൽ പ്രോസസിംഗിലൂടെ വേർതിരിച്ചെടുത്തുവെന്നാണ് നിലവിലെ കണ്ടെത്തൽ. ഇതിൽ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് 474 ഗ്രാം സ്വർണവും സ്മാർട്ട് ക്രിയേഷൻസിന്റെ പക്കൽ നിന്ന് 109 ഗ്രാം സ്വർണവുമാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന് SITയുടെ ആവശ്യം. 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് SIT കരുതുന്നത്. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് SIT എന്നാണ് വിവരം. ഹൈക്കോടതി ജനുവരി 5-ന് തുറക്കുമ്പോൾ കേസ് കോടതിയുടെ മുൻപിൽ വരുന്നുണ്ട്. അന്നേ ദിവസം SIT ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കും. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ്. ജനുവരി 7-ന് ഹാജരാകാനാണ് നിർദ്ദേശം. ജയസൂര്യയെ വീണ്ടും വിളിപ്പിക്കുമെന്ന് ED വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു.
സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ജയസൂര്യ. ഇതുമായി ബന്ധപ്പെട്ട കരാറാണ് നടന്ന കേസിൽ കുരുക്കായത്. കരാറിന്റെ ഭാഗമായി ജയസൂര്യയ്ക്ക് ലഭിച്ച പണം സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ നിന്നുള്ളതാണ് എന്നാണ് ഇഡിയുടെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയെ ഇഡി വീണ്ടും വിളിപ്പിച്ചത്. ഇതു സംബന്ധിച്ച കൂടുതൽ അന്വേഷണത്തിന് ശേഷം കണ്ടുകെട്ടൽ നടപടിയിലേക്ക് പോയേക്കുമെന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്തേക്കും. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ ട്വന്റി പരമ്പര തൂത്തുവാരി ഇന്ത്യ. പരമ്പരയിലെ 5 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ സമ്പൂർണ്ണ ആധിപത്യത്തോടെ ജയിച്ചു കയറി. കാര്യവട്ടത്ത് നടന്ന 5ാം ട്വന്റിയിൽ 15 റൺസിനാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ശ്രീലങ്കയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 10 ഓവർ അവസാനിക്കുമ്പോൾ ലങ്ക 75-ലെത്തി. 11ാം ഓവറിൽ ദുലാനി അർദ്ധ സെഞ്ചുറി തികച്ചു. തൊട്ടു പിന്നാലെ താരം മടങ്ങി. 39 പന്തിൽ നിന്ന് ദുലാനി 50 റൺസ് എടുത്തു. നിലക്ഷിക സിൽവ, കവിഷ, ദിൽഹാരി എന്നിവരെ പുറത്താക്കി ഇന്ത്യ തിരിച്ചടിച്ചു. എന്നാൽ ക്രീസിൽ നിലയുറപ്പിച്ച ഹസിനി അർദ്ധ സെഞ്ചുറിയോടെ ലങ്കയ്ക്ക് പ്രതീക്ഷ നൽകി. ഹസിനി ടീമിനെ 130 കടത്തിയെങ്കിലും പിന്നാലെ മടങ്ങിയത് ലങ്കയെ പ്രതിരോധത്തിലാക്കി. താരം 42 പന്തിൽ നിന്ന് 65 റൺസ് എടുത്തു. പിന്നീട് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൗളർമാർ ലങ്കയെ വരിഞ്ഞുകെട്ടി. ഒടുക്കം 167 എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവർഷത്തിൽ യുകെയിൽ വാഹന ഉടമകൾക്ക് ഷോക്കായി സർക്കാരിന്റെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ. നികുതി വർദ്ധിപ്പിക്കുന്നത് സർക്കാർ വരുമാനം സ്ഥിരപ്പെടുത്താൻ. ഏപ്രിൽ 1 മുതൽ കാറുകൾക്കും വാനുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ബാധകമായ എല്ലാ VED നിരക്കുകളും വർദ്ധിക്കും. ബ്രിട്ടീഷ് ജനതയുടെ പുതുവത്സരാഘോഷം മഞ്ഞിൽ മൂടും. പുതുവത്സര ദിനം കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങും. ലണ്ടനിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ. ബ്രിട്ടനിൽ രോഗികൾ ജീവനക്കാരുമായുള്ള വാക്കുതർക്കം ആയുധമെടുത്തുള്ള ആക്രമണത്തിലേക്ക് കടന്നു. മെഴ്സിസൈഡിലെ ന്യൂട്ടൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ അഫ്ഗാൻ പൗരൻ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ആക്രമണം നടത്തി. സംഭവം രോഗികൾക്ക് NHS അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ. ബ്രിട്ടനും ഫ്രാൻസിനും ഇടയിൽ സഞ്ചരിക്കുന്നവർ കടുത്ത ദുരിതത്തിൽ. ചാനൽ ടണലിലെ ഓവർഹെഡ് പവർ സപ്ലൈയിൽ തകരാർ. ലണ്ടനിൽ നിന്നും പാരീസ്, ആംസ്റ്റർഡാം, ബ്രസൽസ് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചു. ലേ ഷട്ടിൽ ട്രെയിൻ ടണലിനകത്ത് കുടുങ്ങിപ്പോയതോടെ അതിലെ യാത്രക്കാരും ദുരിതത്തിലായി. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ ട്രംപിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി റിപ്പബ്ലിക്കൻ നേതാവ് മാർജോറി ടൈലർ ഗ്രീൻ. ലൈംഗിക കേസിലെ ഫയലുകൾ പുറത്തുവിടുന്നത് തടയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതായി മാർജോറിയുടെ വെളിപ്പെടുത്തൽ. എപ്സ്റ്റീൻ ഫയലുകൾ കൈകാര്യം ചെയ്ത രീതി വാഷിംഗ്ടണിലെ അധികാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശം ഉദാഹരണമാണെന്നും കേസിൽ ഉൾപ്പെട്ട ശക്തരായ വ്യക്തികളുടെ പേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നും ടൈലർ ഗ്രീൻ. IS ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായവും ബോംബ് നിർമ്മാണ സാമഗ്രികളും നൽകാൻ ശ്രമിച്ച ടെക്സാസ് സ്വദേശിയെ വിചാരണ വരെ കസ്റ്റഡിയിൽ വെച്ചു. പ്രതി മിഡ്ലോത്തിയൻ സ്വദേശി ജോൺ മൈക്കൽ ഗാർസ ജൂനിയർ. ഗാർസയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ISന് നേരിട്ട് സഹായം നൽകാൻ ശ്രമിച്ചുവെന്ന അന്താരാഷ്ട്ര ഭീകരവാദ കുറ്റം. പ്രതിക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് ഭീഷണിയെന്ന് കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെ മോദിയുമായുള്ള കൂടിക്കാഴ്ച ചൌധരി BJPയിലേക്കെന്ന് സൂചന. രാഷ്ട്രീയമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്ന് അധീർ രഞ്ജൻ ചൌധരി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT. ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.